എന്ന് പറയുന്നത് നമ്മുടെ പേര് പറയും. ശരിക്കും നമ്മൾ ആത്മാവാണ്, അതായത് ഒരു പോയിന്റ് ഓഫ് ലൈറ്റ് ആണ്. അതായത് പരമാത്മാവായ ശിവന്റെ കുട്ടികളായ നമ്മൾ പോയിന്റ് ഓഫ് ലൈറ്റ് ആയ ആത്മാക്കളാണ്, അതായത് ജ്യോതിർബിന്ദുവാണ്. ആത്മാവിന് 3 ഘടകങ്ങളുണ്ട്: മനസ്സ്, ബുദ്ധി, സംസ്കാരം. മനസ്സിൽ എന്താണോ നമ്മൾ വിചാരിക്കുന്നത് അതാണ് ബുദ്ധി ഡിസിഷൻ എടുക്കുന്നതും സംസ്കാരമായി വരുന്നതും. മനസ്സ് ഇവിടെയാണ്, സംസ്കാരവും ഇവിടെയാണ്, ബുദ്ധിയും ഇവിടെയാണ്. ഒരു ബോഡി, അതിൽ നിന്ന് ആത്മാവ് വിട്ടുപോയാൽ അത് ജഡമാണ്, അതായത് സ്കെലിറ്റൻ ബോഡിയാണ്. പിന്നെ ഇവിടെ പറയുന്നത് ഫോർ എക്സാമ്പിൾ ഒരു കാറ്, ആ കാർ ഓടിക്കുന്നത് ഒരു ഡ്രൈവർ. ആ ഡ്രൈവർ മര്യാദയ്ക്ക് ആ കാർ കൊണ്ടുപോയില്ലെങ്കിൽ കാറിന് എന്തെങ്കിലും പറ്റുകയോ എന്തെങ്കിലും ആക്സിഡന്റ് അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയോ ചെയ്യും. അപ്പോൾ ഇത് വെച്ച് കമ്പൈൻ ചെയ്യുകയാണ്. ആത്മാവിന്റെ ക്വാളിറ്റി കുറയുകയാണെങ്കിൽ, അതായത് ശാന്തി അശാന്തിയായി മാറുകയും സുഖം കുറയുകയും ഒക്കെ ചെയ്യുകയാണ്. ആത്മാവിന്റെ ക്വാളിറ്റി കുറയുകയാണെങ്കിൽ ആ ക്വാളിറ്റി വീണ്ടെടുക്കാനാണ് നമ്മൾ ഭഗവാനെ തിരിച്ചറിയുന്നത്, അതായത് ഭഗവാനിൽ നിന്നും നോളജ് എടുക്കുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത് ഭഗവാനിൽ നിന്നും കിട്ടുന്ന നോളജിനെ പറ്റിയാണ്. അപ്പൊ അടുത്ത ചിത്രത്തിൽ പറയുന്നത് സാധാരണ മനുഷ്യലോകം ഭൂമിക്കൊക്കെ മുകളിലായിട്ട് കാണുന്ന ചുവപ്പ് പ്രകാശം നിറഞ്ഞ ലോകമാണ് ബ്രഹ്മലോകം. ഈ സാധാരണ മനുഷ്യലോകത്താണ് നമ്മളെല്ലാവരും വസിക്കുന്നത്. ഇവിടെ ഇതൊരു സൃഷ്ടി എന്ന് പറയുന്ന ഒരു നാടകം പോലെയാണ്. ഈ നാടകത്തിൽ എല്ലാ ആത്മാക്കളും അവരവരുടേതായിട്ടുള്ള പാട്ടുകളാണ് അഭിനയിക്കുന്നത്. മുകളിൽ നിന്ന് നമ്മൾ ഈ സൃഷ്ടിയിലേക്ക് വരുമ്പോൾ നമുക്ക് നല്ല ഗുണങ്ങളും ശക്തികളൊക്കെ ഉണ്ടായിരിക്കും. ഇവിടെ വന്നിട്ട് നമ്മൾ അനേക ജന്മങ്ങൾ എടുക്കുകയാണ്. അനേക ജന്മങ്ങൾ എടുക്കുമ്പോൾ നമ്മുടെ ഗുണങ്ങളും ശക്തികളൊക്കെ കുറഞ്ഞു പോകും. വീണ്ടും നമുക്ക് തിരികെ പോകണമെങ്കിൽ, ബ്രഹ്മലോകത്തേക്ക് തിരികെ പോകണമെങ്കിൽ മുകളിൽ നിന്ന് വന്നപ്പോൾ ഉണ്ടായിരുന്ന ഗുണങ്ങളും ശക്തികളൊക്കെ നേടിയെടുക്കും. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈശ്വരനെ ഓർക്കും. ഈശ്വരൻ ആരാണെന്ന് നമ്മൾ പഠിക്കുക അടുത്തൊരു ചിത്രത്തിലൂടെ. ആത്മാക്കൾ എവിടെ നിന്ന് എങ്ങടാ പോകാറെന്ന് പഠിക്കും. ഇത് പരമമായ ആത്മാവ്. ഒരു ആത്മാവ് തന്നെയാണ്. രൂപം സൈസിൽ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ പരമാത്മയുടെ വിഷയത്തിൽ പരമാത്മ ഒരിക്കലും ഭൂമിയിൽ ജനിക്കില്ല. ജനിക്കാത്ത കാരണം എല്ലാ ഗുണങ്ങളും ശക്തിയും സദാ നിലനിൽക്കും. അപ്പോൾ ആ പരമാത്മനാണ് ഈശ്വരൻ എന്ന് വിളിക്കുന്നത്, ഭഗവാൻ എന്ന് വിളിക്കുന്നത്, ഗോഡ് എന്നൊക്കെ എല്ലാം വിളിക്കാറ്. ഒരു ശക്തി, ഒരു പവറാണല്ലോ. ആ പരമാത്മനെ ഹൈന്ദവ എന്ന് പറയുന്നത് ശിവൻ എന്ന് വിളിക്കും, ക്രിസ്ത്യൻസ് യഹോവ എന്ന് വിളിക്കും, മുസ്ലിംസ് അള്ളാഹ് എന്ന് വിളിക്കും. അപ്പോൾ ആ ശിവൻ എന്തുകൊണ്ടാണ് വിളിക്കുക? ശിവൻ വാക്കുന്നത് സർവ്വമംഗളക്കാരി, എല്ലാവരുടെയും മംഗളം ചെയ്യുക, എല്ലാവരും നന്മ ചെയ്യാറുണ്ട്. വള്ളി വെട്ടിക്കുന്ന ശവമോ ഒരിക്കലും ശവമല്ലാത്തവനാണ് ശിവൻ. സത്യം ശിവം സുന്ദരം. ഈ ലോകത്ത് ഏറ്റവും വലിയ സത്യം ശിവനാണ്, ഏറ്റവും സുന്ദരമാണ് ശിവനാണ്. സച്ചിദാനന്ദ സ്വരൂപം, സത്യമാണ്, ചൈതന്യമാണ്, ആനന്ദ സ്വരൂപം. സദാശിവൻ സദാ ഒരേപോലെ ഇരിക്കുന്നതാണ്. ഓം ബ്രഹ്മദേവതായ നമഃ എന്ന് പറയും, ഓം വിഷ്ണുദേവതായ നമഃ എന്ന് പറയും. ശിവനെ മാത്രമല്ല ശിവ് പരമാത്മായ നമഃ. പരമശിവൻ, പരമേശ്വരൻ, ഈ പർവ്വതത്തെ ശിവന്റെ ഒപ്പം അത് പരമാത്മന്റെ രൂപം പറഞ്ഞ് ജ്യോതിയാണ്, പ്രകാശമാണ്. അതിൻ്റെ ഉയർച്ചയുടെയും താഴ്ചയുടെയും കഥയാണ് പറയുന്നത്. 4 യുഗങ്ങളായിട്ടാണ് സമയത്തിനെ ഇവിടെ കാണിച്ചിരിക്കുന്നത്. സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ഓരോ യുഗവും 1250 വർഷം വീതമാണ്. സത്യയുഗത്തിൽ ശ്രീലക്ഷ്മി ശ്രീനാരായണൻ്റെ രാജ്യമായിരുന്നു. 8 ജന്മമാണ് അവിടെ ഉള്ളത്. ആയുസ് 150 വയസ്സാണ്. പിന്നീട് ത്രേതായുഗത്തിൽ ശ്രീരാമൻ, ശ്രീ സീതയുടെ രാജ്യമാണ്. ഇവിടെ ദുഃഖവും അശാന്തിയും ഒന്നുമില്ലാത്ത സമ്പൽ സമൃദ്ധിയും സുഖവും ഉണ്ടായിരുന്ന രാജ്യമാണ്. ഈ 2 സമയം കഴിയുമ്പോൾ ഭാരതത്തിൽ ദുഃഖം തുടങ്ങുകയാണ്. കാരണം ആത്മബോധം നഷ്ടപ്പെട്ടു, പഞ്ചവികാരങ്ങൾ അല്പാൽപമായിട്ട് വരാൻ തുടങ്ങി. അപ്പോൾ ദുഃഖവും അശാന്തിയും ആരംഭിച്ചു. അപ്പോഴാണ് ഈശ്വരനെ അന്വേഷിച്ച് തുടങ്ങിയതും ഭക്തി ആരംഭിച്ചതും. അങ്ങനെ ആദ്യം ശിവനെ ഭക്തി ചെയ്തു, പിന്നീട് കൃഷ്ണനെയും, ലക്ഷ്മി നാരായണൻ, രാമൻ, സീത. നമ്മുടെ ഉള്ളിൽ ഏതാണോ നെഗറ്റീവായിട്ടുള്ളത് അതിനെ കളഞ്ഞ് ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ്. അതിനുശേഷം ഭഗവാനിൽ നിന്ന് നല്ലൊരു ഗുണം നമ്മൾ സ്വീകരിക്കുകയാണ്. ഇങ്ങനെ പറയാറുണ്ടല്ലോ, കാശിയിൽ പോകുമ്പോൾ മോശത്തെ കളഞ്ഞ് നല്ലതെടുക്കും. ശിവൻ എല്ലാം സ്വീകരിക്കുന്നവനാണ്. അതുകൊണ്ടാണ് പറയാറുണ്ട് നീലകണ്ഠൻ വിഷമെടുക്കുന്നത് എന്ന് പറഞ്ഞ അർത്ഥം നെഗറ്റീവിനെ സ്വീകരിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ അർത്ഥം. വിഷം എന്ന് പറഞ്ഞാൽ അവനവൻ്റെ ഉള്ളിൽ കിടക്കുന്ന നെഗറ്റീവായിട്ടുള്ള സ്വഭാവം, സംസ്കാരങ്ങളാണ്. അപ്പം അത് ഭഗവാന് ആത്മാർത്ഥമായിട്ട് സമർപ്പിക്കാമെന്നർത്ഥം. ഇതിലൂടെ അതില്ലാതാവും. ഭഗവാനിൽ നിന്ന് ഒരു വരം എടുക്കുകയാണ്, നല്ലൊരു ഗുണം വരമായിട്ട് സ്വീകരിക്കുകയാണ്. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ചിത്രം ശ്രീലക്ഷ്മി ശ്രീനാരായണൻ്റെ ചിത്രമാണ്. അപ്പോൾ ലക്ഷ്മി നാരായണ പദവി എന്ന് പറയുന്നത് ആത്മാവിൻ്റെ ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു അവസ്ഥയാണ്. അതായത് ഒരു മനുഷ്യന് എത്തിച്ചേരാവുന്ന ഏറ്റവും ഉയർന്ന ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് വൈകുണ്ഠപ്രാപ്തിയെ എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ശ്രീലക്ഷ്മി ശ്രീനാരായണൻ എന്ന് പറഞ്ഞാൽ 5000 വർഷങ്ങൾക്ക് മുൻപ് ഈ ഭാരതം ഭരിച്ചിരുന്ന വിശ്വത്തിൻ്റെ അധികാരികളായിരുന്ന മഹാരാജ മഹാറാണിയാണ്. അപ്പോൾ ഇവരെ ഈ ഭൂമി ഭരിച്ചിരുന്നപ്പോൾ ഇവിടെ സർവ്വ മനുഷ്യർക്കും സുഖം, ശാന്തി, സന്തോഷം, ആയുസ്, ആരോഗ്യം, സമ്പത്ത് ഇത് 100% ഉണ്ടായിരുന്നു. അത് അവരെ ഇത്രയും അധികം സുഖശാന്തിയോടുകൂടി ഈ ലോകം ഭരിക്കാൻ യോഗ്യമാക്കിയത്
ദേവാദിദേവനായിരുന്ന മഹാദേവൻ നൽകിയ ശ്രേഷ്ഠജ്ഞാനത്തിലൂടെയാണ്. അപ്പോൾ ആ ശ്രേഷ്ഠജ്ഞാനത്തിലൂടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനുള്ള ശക്തി നേടിയവരാണ് ആ സമയത്ത് ജീവിച്ചിരുന്ന ഓരോ മനുഷ്യരും. അതുകൊണ്ട് തന്നെ ഇവരെ ദിവ്യ ഗുണധാരികളായിട്ടുള്ള ദേവതമാർ എന്ന് വിളിച്ചിരുന്നു. അപ്പോൾ ഈ ദേവതമാരായിരുന്ന മനുഷ്യര് സുഖവും ശാന്തിയും എല്ലാവർക്കും സുഖം നൽകുന്ന കർമ്മം ചെയ്ത് ജീവിച്ചിരുന്ന ആ ഒരു കാലഘട്ടം ഈ ഭാരതത്തിന്റെ തന്നെയായിരുന്നു.